എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യാവൂർ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് വന്നേക്കുവാ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ എൻ്റെ വീടിനടുത്തുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഉത്സവമാണ് എന്നാ പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ജാതി മത ഭേദമന്യേ എല്ലാവരും പോകുന്നൊരു എന്നാ പറയണ്ടേ ഒരു ഉത്സവമാണ് നമ്മുടെ പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നത്. ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അവിടെ കുറേ പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ചന്ത ഇങ്ങനെ കുറേ കടകളൊക്കെ വരും. പിന്നെ എന്നാ ഇത് ആകാശത്തൊട്ടിൽ, മരണക്കിണർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടും കൂടെ എല്ലാവരും തന്നെ പോകും കേട്ടോ. അപ്പോൾ നമ്മളും ഓൾറെഡി ഇവിടുത്തെ മെയിൻ ഒരു ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞാലും 2-3 ദിവസം കൂടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പം വന്നത് കേട്ടോ. ഓൾറെഡി മെയിൻ ദിവസം എന്നാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ മെയിൻ ദിവസം കഴിഞ്ഞു. അപ്പോൾ ആക്സിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവനിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. എന്നാ പറയണ്ടേ, അവൻ ഇതൊക്കെ കണ്ടിട്ട് എവിടെ നോക്കണം, എന്ത് കാണണം എന്ന് മനസ്സിലാകാണ്ടിരിക്കും കേട്ടോ അവൻ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇവനെ കാണിക്കാനും കൂടെയാണ് കേട്ടോ വന്നത്. കാരണം പിള്ളേരെ ഇങ്ങനെ അതും ഇതൊക്കെ കാണിക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആക്സലിനും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അടിപൊളി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ആക്സലിനിപ്പോൾ 3 വയസ്സാകുന്നല്ലേ ഉള്ളൂ. അത്രയും ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതൊന്നുമില്ല കേട്ടോ. ഒരു 4, 5, 6 ആ വയസ്സ് അത്രയൊക്കെ വയസ്സുള്ള പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ ഒരു എന്താണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ. കാരണം കുറച്ചൊന്ന് ഇരുട്ടായിട്ട് വരുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു എന്നാ പറയണ്ടേ ആ ഒരു രസം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ, കുറച്ചൊരു ഇരുട്ടാകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതും എൻ്റെ ചെറുപ്പത്തിലെന്തോ എനിക്ക് കണ്ട പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ മരണക്കിണർ ഇത്രയും അടുത്ത് എന്തോ എനിക്ക് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെറുപ്പത്തിൽ കണ്ടതേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഓർമ്മയൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടോ ഈ മരണക്കിണർ എന്ന് പറയുന്ന സംഭവം കാണുന്നത്. ഞാൻ ഭയങ്കര എന്നായിരുന്നു ആകാംക്ഷയോടെ കണ്ടതാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ. അല്ലാണ്ട് നേരിട്ട് അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കണ്ട് എനിക്കറിയത്തില്ല ഇതിൻ്റെ സംഭവം എങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതെന്നൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ പുറത്തുനിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി ഇത്രയും ഇതായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ആക്സലാണെങ്കിൽ ഈ വണ്ടി പോകുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് അവന് പേടിയായി. പക്ഷേ പേടിയായത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മുഖം പുറത്തേക്ക് തിരിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരെ നോക്കുമ്പോഴത്തേന് ഇവനെ ഇങ്ങനെ ഒളി കണ്ണിട്ട് എന്നാ പറയണ്ടേ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇത് മുഴുവൻ കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഇതാണെങ്കിൽ ഇങ്ങനെ ഇത് ഫുൾ മൊത്തത്തോടെ ഇരുന്ന ഒരു കുലുക്കമുണ്ട്, ആ ഒരു സൗണ്ടും എൻ്റെ പൊന്നേ എനിക്ക് വരെ പേടിയായിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി. ഞാനവിടെ പിടിച്ച് മുറുക്ക പിടിച്ചൊക്കെയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഈ വണ്ടി ഇങ്ങനെ ഓടുമ്പോഴത്തേന് ഈ സംഭവം എല്ലാം കൂടെ ചെറുതായിട്ടൊരു കുലുക്കമുണ്ട്. പിന്നെ ആ ഒരു സൗണ്ടും എൻ്റെ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ തലകറക്കം വന്നു. ഇവരൊക്കെ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ. അയ്യോ എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയണ്ടേ ഒരു എന്നാ അത്ഭുതം പോലെ എനിക്ക് തോന്നി. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ. പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ആ സൗണ്ടും പിന്നെ ഈ ഒരു കുലുക്കവും കൂടി ആകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പേടിയായി പോയി കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. എല്ലാ പ്രാവശ്യവും ഇതിവിടെ വരുന്നതാണ് കേട്ടോ ഈ മരണക്കിണർ.
അങ്ങനെ നമ്മുടെ മരണക്കിണർ ഒരു വിധത്തിൽ കണ്ട് തീർത്ത് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാനും പേടിച്ചു. പിന്നെ കൊച്ചിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പക്ഷെ അവനാണെങ്കിൽ പേടിയുണ്ടെങ്കിൽ അവൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ പാടെ നമ്മൾ ഈ ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ പോയത്. ഈ കുറച്ച് പിള്ളേരൊക്കെ ഇതിനകത്തോട്ട് കയറി കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആക്സലിന് ഇരുത്താമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആണെങ്കിൽ അവന് അത് ഇങ്ങനെ കറക്കണ്ടേ, അത് കറക്കിയാലല്ലേ അത് പോകത്തുള്ളൂ. പക്ഷെ അവനത് തന്നെ കറക്കൂല. കാരണം ഇവന് 2-3 വയസ്സല്ലേ 3 വയസ്സാകുന്നേ ഉള്ളൂ. ഇതൊരു 5-6 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു. ആക്സലിന് ഇതിനകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളമൊക്കെ കണ്ടിട്ട് അവൻ ഇതിനകത്ത് ആ സംഭവത്തിനകത്ത് കയറാനല്ല, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് പിന്നെ നമ്മൾ നോക്കിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവത്തിനകത്ത് ഇതിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കുറേ പിള്ളേർ കയറി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, അയ്യോ ഇതിനകത്ത് കയറിയിട്ടാണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിൽ അതിനകത്തിരുന്ന് അയ്യോ നിർത്തുക പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വലിയൊരു ചേച്ചി 10-60 വയസ്സുള്ളൊരു ചേച്ചി ഭയങ്കര കരച്ചില്ല അതിനകത്ത് കയറിയിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയുണ്ട് എന്നാ നമ്മുടെ ആകാശത്തൊട്ടിൽ. ഇതിനകത്തൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ മരണക്കിണർ കണ്ട് എൻ്റെ എല്ലാ കിളയും പോയി. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇതിനകത്തൊന്ന് കയറി നോക്കിയാലോ, ഇതുവരെ കയറിയിട്ടില്ലല്ലോ എന്നെനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. പക്ഷെ മരണക്കിണർ കണ്ടതോടെ എൻ്റെ കാര്യം പൂർത്തിയായി. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കയറാനൊന്നും പിന്നെ എനിക്ക് ധൈര്യമില്ല കേട്ടോ. പിന്നെ പിള്ളേർക്കാണെങ്കിൽ കുറേ സംഭവമുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ പക്ഷേ ആണെങ്കിൽ അത് ചെറിയ പിള്ളേർക്ക് പറ്റത്തില്ല. ഒരു 5-6 വയസ്സ് അതിന് മുകളിലോട്ടുള്ള പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഗെയിംസ് ഇങ്ങനെ റിങ് എറിഞ്ഞിട്ട് കറക്റ്റ് സ്ഥലത്ത് വീഴുവാണെങ്കിൽ ഓരോ ഗിഫ്റ്റ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, സമ്മാനം തരുന്നത്, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ആക്സലിനെ തന്നെ ഇരുത്താനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മുളക് ബജി, പിന്നെ നമ്മുടെ എന്നതായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ, പാനിപ്പൂരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോടൻ ഹൽവ, പിന്നെ നമ്മുടെ എന്നതായിരുന്നു ഇതൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ. പേര് പോലും കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ മിക്സായിട്ടുള്ള ഇങ്ങനെ ഓരോ പലഹാരങ്ങളിങ്ങനെ മിക്സില്ലേ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ എല്ലാ ഉത്സവങ്ങൾക്കും ഇതുപോലെ ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാനധികം വേറെ ഉത്സവങ്ങൾക്കൊന്നും പോയിട്ടില്ല. ആകെ ഇതേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട്. ഇനി ഇതുപോലത്തെ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഫുള്ളും നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ചട്ടി, കലം, അത് സ്റ്റീലിൻ്റെ ആണെങ്കിൽ അങ്ങനെ, പിന്നെ മൺചട്ടികൾ, പിന്നെ എന്നാണ് പൂച്ചെടി വെക്കുന്ന പൂച്ചട്ടികൾ, പിന്നെ പൂക്കൾ അതായത് ചെടികൾ, വള, മാല, കമ്മൽ, പൊട്ട് എന്ന് വേണ്ട എന്ത് സംഭവം വേണമെങ്കിലും ഈ ഒരു ഉത്സവത്തിന് വന്നാൽ കിട്ടും കേട്ടോ. പിന്നെ പിള്ളേർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, പാദസരം, മാല, കമ്മൽ എന്ന് വേണ്ട കത്തി, തൂമ്പ വരെ ഇവിടെ ഉണ്ട്. എന്ത് സംഭവം വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. അപ്പം മെയിനായിട്ട് കുറേ പേര് ഇവിടെ ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാരൊക്കെ വരും കേട്ടോ. കാരണം കുറേ അതുപോലത്തെ ഇതുണ്ടോ ചെരുപ്പുകളൊക്കെ വരെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇടുന്ന എന്തോ അതിൻ്റെ പേരെന്നാന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലത്തെ ടൈപ്പ് ചെരുപ്പുകളൊക്കെ ചെറിയ പൈസയ്ക്ക് കിട്ടും കേട്ടോ ഇവിടുന്ന്. പിന്നെ ഡ്രസ്സ് വേണമെങ്കിൽ എന്ത് സംഭവം വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും. നമുക്ക് ഡെയിലി വെയറായിട്ട് വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ പിന്നെ ജീൻസ്, പിന്നെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെറിയ പൈസയ്ക്ക് കിട്ടും. അതാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത. ഇതുണ്ട് പാദസരങ്ങളൊക്കെ പല പല തരം പാദസരങ്ങൾ, പിന്നെ മാലകൾ, പിന്നെ ഇതുകൊണ്ടോ കുറേ ചെടികളും പൂക്കളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൈനോട്ടക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ട് അങ്ങനത്തെ. പിന്നെ ഈ ഒരു ടൈപ്പ് മാലകളൊക്കെ കണ്ടോ, ഇങ്ങനെ ഈ രുദ്രാക്ഷം അങ്ങനത്തെ ടൈപ്പ് മാലകൾ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നടന്ന് നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തി. അവിടെ വലിയൊരാലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആല് നിൽക്കുന്നതാണ് ഒരു ഐശ്വര്യം എന്നൊക്കെ പറയുന്നതല്ലേ, അങ്ങനത്തെ ഒരു സംഭവമല്ലേ. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. പിന്നെ ഞാൻ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. പുറത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ അവിടെ പൂജകളൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു. എനിക്ക്
കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഞാൻ വിചാരിച്ചു അമ്പലക്കുളത്തിൽ പോയാലോ എന്ന് അടുത്തുനിന്ന് കാണാൻ വേണ്ടി കണ്ടിട്ടൊക്കെ ഉണ്ട്. അത് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കുറച്ച് ദൂരം ഉണ്ടെന്ന്, അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ രാത്രിയാകാറായല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നിറച്ചും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. ഇതൊരു മിക്സാണ്, ഇങ്ങനെ പല പല പലഹാരം കൂട്ടിയിട്ടുള്ള മിക്സ്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ മൊത്തം ഒന്ന് ഓടിച്ച് പിടിച്ച് കവർ ചെയ്ത് കേട്ടോ. അതായത് നമ്മൾ വിചാരിച്ചു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു. ആക്സലിന് ചിലപ്പം വിശക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തു കേട്ടോ. ആക്സൽ കഴിക്കണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും മിനിമം. അതേ സമയം തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരാൾ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ഇത് തോന്നുന്ന തിരക്കില്ല. പക്ഷേ ആണെങ്കിൽ ഒരു രസം, നല്ലൊരു രസമാണ് ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഈ ഭാഗത്തുള്ള എല്ലാവരും തന്നെ ഈ ഒരു ഉത്സവത്തിന് വരുന്നത് കേട്ടോ. അപ്പോൾ ആക്സലിന് ഈ ഒരു സംഭവം നമ്മൾ മേടിച്ചു കേട്ടോ. ഈ ഒരു സംഭവം മേടിച്ചു. പക്ഷേ വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ് പോലും അതിന് ആയുസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കണ്ടപാടെ ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടവൻ അങ്ങോട്ട് മേടിച്ചാണ്. ഇത് തന്നെ സംഭവം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഉത്സവത്തിനും ഷാരോൺ ഇവന് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് നാളും കൂടെ നിന്നായിരുന്നു. പക്ഷേ ഇതവൻ വീട്ടിലെത്തി 5 മിനിറ്റിനുള്ളിൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെ കണ്ടോ ഓരോ വലിയ ആൽമരം കണ്ടോ. അത് ഭയങ്കര രസമാണ് കേട്ടോ. നോക്കി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ അത് ഭയങ്കര ഇതാട്ടോ. പണ്ടേ ഉള്ളതാണ്. ഞാൻ സ്കൂളിൽ ഇവിടെ കേട്ടോ പഠിച്ചത്. +1 +2 ഇവിടെയാണ് പഠിച്ചത്. അപ്പം അന്നേരവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ആൽമരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് അവിടെ. ഈ കാണാൻ നല്ല രസമുള്ള ഇങ്ങനെ പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോഴാണെങ്കിലും. പക്ഷേ മെയിൻ ആ ഒരു ഇത് കഴിഞ്ഞു. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാഞ്ഞത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി 5 മിനിറ്റും കൊണ്ട് ഇവൻ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.